ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയാണ് വിശേഷം? എന്നും പറയുന്ന മാതിരി നമ്മുടെ ചാനൽ ഫസ്റ്റ് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബും സപ്പോർട്ടും ചെയ്യണേ. പിന്നെ അതേമാതിരി നമ്മളെ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്ക് ഉണ്ടാവും. എല്ലാവരും ലിങ്കിൽ ആഡാവുക. പിന്നെ ഇന്നിപ്പോൾ നമ്മുടെ കോഴിക്കോട്ടെ വീഡിയോ ഏതാ വെച്ചാൽ ഫയോമി കേട്ടോ. ഫയോമി ഉണ്ട്, ഇതിൽ പുള്ളിക്കോഴി ഉണ്ട്, നമ്മൾ സാധാ നാടൻ കോഴി ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ എന്താ ഇങ്ങനെ കലർത്തിയിട്ട് വളർത്തുന്നത് വെച്ചാൽ ഇവർ മുട്ടയിടാനായിട്ടില്ല. ആകുന്ന ഏകദേശം ടൈം ആകുമ്പോൾ നമുക്ക് എല്ലാവരും സെപ്പറേറ്റ് ആക്കണം. ഫയോമിനെ സെപ്പറേറ്റ് ആക്കണം, പിന്നെ മറ്റേ പുള്ളിക്കോഴിനെയൊക്കെ സെപ്പറേറ്റ് ആക്കണം. ഇപ്പോൾ അവർ ചെറിയ മക്കളാണ്, കാരണം 3 മാസം ആയിട്ടേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ചിട്ടത്. ഇനി ഒരു മാസം കൂടെ കഴിഞ്ഞാൽ ഇവരെല്ലാവരും സെപ്പറേറ്റ് വേറെ വേറെ തിരിച്ചിടും. ഫയോമി തീർച്ചയായിട്ടും ഫയോമിനെ സെപ്പറേറ്റ് ആക്കി ഇടണം, കാരണം അല്ലെങ്കിൽ നാടൻ കോഴിൻ്റെ പൂവന്മാരൊക്കെ ഇതിലുള്ളതല്ലേ. അതുകൊണ്ട് അങ്ങനെ ഇതാക്കണം. പിന്നെ ഇവർക്ക് ഞാൻ താഴെ അടിയിലിട്ട് കൊടുത്തത് ചകിരിപ്പൊടിയും മണലും മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ. ഇവർക്ക് ഈ പിന്നെ മണ്ണിൽ കിടന്ന് കുളിക്കാനൊക്കെ പിന്നെ മണ്ണ് വേണം. അപ്പോൾ ചകിരിപ്പൊടി മാത്രം ഇടുമ്പോൾ ഒരു ഇതാവില്ല. അതിനോട് മണലും ചകിരിപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തത്. പിന്നെ പുറത്ത് അയച്ച് വിടാൻ ഇങ്ങനെ പറമ്പ് കോമ്പൗണ്ട് കെട്ടിയിട്ടില്ല. കോമ്പൗണ്ട് കെട്ടാതിരിക്കുമ്പോൾ അയൽവാസികളുടെ വീട്ടിലൊക്കെ പോകും. കുറച്ച് കോഴിക്കളല്ലല്ലോ ഉള്ളത്, കൂടുതലില്ലേ. അപ്പോൾ അയൽവാസികൾക്കൊക്കെ ഒരു ബുദ്ധിമുട്ടാവും. പിന്നെ ഞങ്ങളവിടെ ഭയങ്കര നായ്ക്കളെ ശല്യമുണ്ട്. എല്ലാവർക്കും ഉണ്ടാവും, നിങ്ങൾക്കൊക്കെ ഉണ്ടാകാൻ മതിയില്ലേ ഈ നായ്ക്കളെ ശല്യം. അത് പേടിച്ചിട്ടാണ് ഇങ്ങനെ പിന്നെ കൂട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഷെഡിലിട്ട് അത് വളർത്തുന്നത്. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വിചാരിക്കുന്നുണ്ട് പിന്നെ പറമ്പിൽ ഇങ്ങനെ കോമ്പൗണ്ട് കെട്ടിയായിട്ട് ഒന്നായിട്ട് തുറന്നിട്ട് വളർത്തണം എന്ന് വിചാരിക്കേണ്ടത്. തുറന്നിട്ട് വളർത്തുമ്പോൾ നമ്മളിങ്ങനെ പുല്ലും ഇതും കൊടുത്ത് വെട്ടി കൊണ്ടുവന്ന് കൊടുക്കുന്നതിനേക്കാളും ഓർക്ക് ഇഷ്ടം ഒരു പറമ്പ് പോയിട്ട് ചിക്കി ചതഞ്ഞ് തിന്നലും പുല്ല് കൊത്തി തിന്നലും. അങ്ങനെ പറമ്പിൽ കുറേ ചീര അത് ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ അതൊക്കെ പോയി അവർ നേരെ കൊത്തി തിന്നായിരിക്കും ഇവർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ തുറന്നിടാൻ ഒരു വഴിയില്ലാത്തതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ആക്കണത്. എന്തായാലും തീർച്ചയായിട്ടും കുറച്ച് കഴിയുമ്പോഴത്തേനൊക്കെ തുറന്നിടണം, തുറന്നിട്ട് ഫുള്ളായിട്ട് വളർത്തണം. പിന്നെ നിങ്ങൾക്ക് ഒരു 1.5 മാസം കൂടി കഴിഞ്ഞാൽ ഫയോമിൻ്റെ മുട്ട ഇടാനാവും തുടങ്ങുന്നത്. 4.5 മാസത്തിൽ ഫയോമി മുട്ടയിടാൻ തുടങ്ങുമെന്നാണ് ഞാൻ കേട്ടത്. നമുക്ക് നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ 4.5 മാസം ആകുമ്പോൾ മുട്ടയിടാൻ തുടങ്ങിയാൽ കുഞ്ഞുങ്ങളെ വിരിയിപ്പിച്ചിട്ട് അങ്ങനെയും കൊടുക്കും, മുട്ടയും കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിലൊക്കെ കോൺടാക്റ്റ് ചെയ്യണം കേട്ടോ. പിന്നെ നാടൻ കോഴിയും പുള്ളിക്കോഴിയും ഒക്കെ ഇഷ്ടംപോലെ ഉണ്ടായി. നിങ്ങൾ ആദ്യത്തെ വീഡിയോ കണ്ടിന്യോന്ന് എനിക്കറിയില്ല. ഏതായാലും എല്ലാം സെയിൽ കഴിഞ്ഞു ചെയ്തിട്ട് ഇനിയിപ്പോൾ കുറച്ച് പിന്നെ പുള്ളിക്കോഴിയും നാടൻ കോഴിയാണ് ഉള്ളത്. ഞാൻ വിചാരിച്ച് അത് പിന്നെ അവിടെ വെച്ചാൽ നമുക്ക് തന്നെ മുട്ടയിട്ട് പിന്നെ വിരിയിപ്പിച്ചാൽ പറ്റുമല്ലോ. അത് വിചാരിച്ച് അവിടെ നിർത്തിയതാണ്. എല്ലാം ഇനി ആവശ്യക്കാരുണ്ടെങ്കിൽ ഞാൻ കൊടുക്കും ചെയ്യും കേട്ടോ. നാടൻ കോഴി വേറെ ഉണ്ട്, മുട്ടയിടാൻ വേറെ പാരൻ സ്റ്റോക്ക് ഉണ്ട്. മറ്റേ വീടിൻ്റെ ബാക്ക് സൈഡിലൊരു ഷെഡുണ്ട്, ആ ഷെഡിലുണ്ട്. അപ്പോൾ പിന്നെ ഇവരെ നിർത്തിക്കൊള്ളണമെന്ന് നിർബന്ധമല്ല. പിന്നെ കരിങ്കോയും ഉണ്ട് മുട്ടയിടാൻ, അവരെ കുഞ്ഞുങ്ങളും ഉണ്ട് കേട്ടോ. കരിങ്കോയിൻ്റെ കുഞ്ഞുങ്ങൾ ആവശ്യമുണ്ടെങ്കിലും മുട്ട ആവശ്യമുണ്ടെങ്കിലും വീഡിയോയിൽ കൊടുക്കണ നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ പിന്നെ നിങ്ങൾ എവിടെയാണെന്ന് വെച്ചാൽ അയച്ചു തരുന്നുണ്ട്. ഈ ഫയോമി എന്ന കോഴിക്കളുണ്ടല്ലോ, പല വീഡിയോസിലും ഞാൻ കേട്ടിന് ഭയങ്കര ശക്തിയുള്ള കോഴിക്കളാണ് അതൊക്കെ സത്യം തന്നെയാണ് കേട്ടോ. ഭയങ്കര ശക്തിയാണ് ഇവർക്ക്. നമ്മളെ സാധാ നാടൻ കോഴിനേക്കാളും ഇവർക്ക് എനർജിയാണ്, ഭയങ്കര ശക്തിയാണ്. പിന്നെ വെച്ചാൽ നമ്മൾ ഡേ ഓൾഡ് കുട്ടികൾ തന്നെ അത്ര പെട്ടെന്ന് ഇവർ ചാവണില്ല. എൻ്റെ തന്നെ 45 കുട്ടികളുണ്ടായിട്ട് അതിൽ വെറും 2 കുട്ടികളെ നഷ്ടപ്പെട്ടുള്ളൂ, ബാക്കി ഫുൾ കുട്ടികളുണ്ടായി. മറ്റുള്ള നമ്മളെ നാടൻ കോഴിയിലൊക്കെ എങ്ങനെ നോക്കിയാലും അതിൽ എങ്ങനെയായാലും ഒരു 8-10 എണ്ണമൊക്കെ ചത്തുപോകും. പക്ഷേ ഫയോമി അതില്ല. ഫയോമി എനിക്ക് തോന്നുന്നു നല്ല പ്രതിരോധ ശക്തിയുള്ള കോഴിക്കളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ.